ബോസ് മലയാളം സീസൺ 6 അവസാനിച്ചിട്ട് മാസങ്ങളായി. ഇത്രയധികം നെഗറ്റിവിറ്റി വന്നതിനാൽ ബിഗ് ബോസിന് ശേഷം ജാസ്മിന്റെ ജീവിതം എന്താകുമെന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ. എന്നാൽ തനിക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളിൽ കാര്യമായി പ്രതികരിക്കാതെ സ്വന്തം ജീവിതവുമായി മുന്നോട്ടു പോവുകയാണ് ജാസ്മിൻ ചെയ്തത്. മാത്രമല്ല, ഗബ്രിയുമായിട്ടുള്ള സൗഹൃദം അതുപോലെ തുടരാനും സാധിച്ചിരുന്നു. ഇരുവരും ഒരുമിച്ച് പലയിടങ്ങളിലും ഉദ്ഘാടനങ്ങൾക്കും മറ്റു പൊതുപരിപാടികളിലും ഒരുമിച്ചാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചും താരങ്ങൾ എത്താറുണ്ട്. ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോകണമെന്നും ഒരു വിഭാഗം ബിഗ് ബോസ് ഷോ ആരാധകർ പ്രവചിച്ചിരുന്നു. എന്നാൽ സംഭവിച്ചതെല്ലാം മറിച്ചായിരുന്നു. ജാസ്മിനെ സൈബർ ആക്രമണത്തിന് വിട്ടുകൊടുക്കാതെ ഏറ്റവും നല്ല സുഹൃത്തായി ഗബ്രി ഹൗസിലുള്ളതുപോലെ തന്നെ പുറത്തും നിലകൊള്ളുന്നുണ്ട്. ജാസ്മിൻ ജാഫറും ഗബ്രി ജോസഫും ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരിക്കാനെത്തിയ ശേഷം ഇരുവർക്കും ഇടയിലുള്ള ബോണ്ട് എന്താണെന്ന് പ്രേക്ഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇരുവരുടെയും ബോണ്ട് പ്രണയമാണെന്നാണ് കൂടുതലും വ്യാഖ്യാനിക്കപ്പെട്ടത്. അതേക്കുറിച്ച് ഹൗസിൽ വെച്ച് അവതാരകൻ മോഹൻലാൽ ചോദിച്ചപ്പോൾ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്നാണ് ഇരുവരും മറുപടി നൽകിയതും. ഇപ്പോഴിതാ സീസൺ അവസാനിച്ച് 5 മാസം പിന്നിടുമ്പോൾ തങ്ങളുടേത് ഏത് തരത്തിലുള്ള ബോണ്ടാണ് എന്നതിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും. ജാസ്മിന്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലാണ് ഇരുവരും വ്യക്തവും കൃത്യവുമായ മറുപടി നൽകിയത്. ആദ്യമായി പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾ അടുക്കുമെന്ന് പോലും തോന്നിയിട്ടില്ല. പിന്നീട് ഓരോ ഗെയിം കഴിയും തോറും അടുപ്പം വന്നു. പിന്നെ ഷോ ഞങ്ങളെ അടുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ജാസ്മിനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഇത്ര നെഗറ്റിവിറ്റി വരില്ലായിരുന്നു. ഫ്രണ്ട്ഷിപ്പിന് മുകളിൽ ഒരു ഇഷ്ടം ജാസ്മിനോട് എനിക്ക് തോന്നിയിരുന്നു. ഇനി പറയാൻ പോകുന്നതാണ് നിങ്ങൾക്കുള്ള ഞങ്ങളുടെ ക്ലാരിറ്റി. ഞങ്ങൾ രണ്ടുപേരും 2 ബൗണ്ടറികളിൽ നിന്നും വരുന്ന ആളുകളാണ്. ഞങ്ങളുടേത് 2 റിലീജിയൻ ആണ്. പക്ഷെ ഇതൊന്നും കൊണ്ടല്ല ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഞങ്ങൾ തമ്മിൽ ആദ്യം മുതലുള്ള ഒരു ബോണ്ടിംഗ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റിലേഷൻഷിപ്പിലേക്ക് ആ ബോണ്ടിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല. പ്രണയം ഞങ്ങൾ രണ്ടുപേർക്കും പ്രാക്ടിക്കൽ അല്ല. ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പോരാത്തതിന് ഞങ്ങൾ സെയിം ക്യാരക്ടറുമാണ്. അതിനാൽ റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാനും ആകില്ല. ഞങ്ങൾക്ക് ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരെ വിഷമിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോഴുള്ള സ്നേഹവും കരുതലും ഇഷ്ടമുള്ളയാളെന്ന രീതിയിലാണ്. ഞങ്ങൾ തമ്മിൽ വളരെ സ്പെഷ്യലായ ഡീപ്പായ ഫ്രണ്ട്ഷിപ്പാണുള്ളത്. ബൗണ്ടറി ഞങ്ങൾക്കറിയാം, അത് കടന്നു പോകില്ല. നിങ്ങളെ ഞങ്ങൾ വിഷമിപ്പിക്കില്ലെന്ന് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നുമാണ് ഇരുവരും പറഞ്ഞത്. ഇതോടെ ആരാധകരുടെ വലിയൊരു ചോദ്യത്തിനാണ് ഇരുവരും ഉത്തരം നൽകിയിരിക്കുന്നത്. സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം.